ഇന്ന് വരെയും ഞാൻ എൻ്റെ കഴിഞ്ഞ 13 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ പങ്കുവെച്ചിട്ടില്ലാത്ത ഒരു വചനഭാഗം വായിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുള്ള വിഷയമാണ്. പക്ഷേ ഇന്ന് വരെയും അത് സുവിശേഷ പ്രഘോഷണത്തിൽ വന്നിട്ടില്ല. ആ ഒരു വചനഭാഗമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ പോകുന്നത്. നല്ല ശ്രദ്ധ ആവശ്യമുള്ള വിഷയമാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. തെസ്സലോനിക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 2 മുതലുള്ള വചനങ്ങൾ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. തെസ്സലോനി സഭയെ ഓർത്ത് പൗലോസ്ലീഹ ദൈവത്തിന് നന്ദി പറയുക. ഇപ്പോൾ നിങ്ങളെ ഓർത്ത് ഹൻസലിനച്ഛൻ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നത് പോലെ കാരിസ്മോൻ സമൂഹത്തിൽ അവിടെ ശനിയാഴ്ചകളിൽ ഇതുപോലെ ഏകദിന കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷന് വരുന്ന ആയിരക്കണക്കിന് ജനതകളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നത് പോലെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിലും സാന്നിധ്യത്തിലും കർത്താവിനോടുള്ള ബന്ധത്തിലും അതുപോലെ ആഴമായി വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെ കാണുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ശുശ്രൂഷകളുടെ ഫലമായി ഒരു വിശ്വാസത്തിൻ്റെ സമൂഹം, വിശുദ്ധ ജീവിതത്തിൻ്റെ സമൂഹം ദൈവസ്നേഹത്തോട് ബന്ധപ്പെട്ട് ആഴമായി കർത്താവിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സമൂഹത്തെ കാണുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യും, ദൈവമേ ഈ മകനെ ഓർത്ത്, ഈ മകളെ ഓർത്ത്, ഈ കൂട്ടായ്മയെ ഓർത്ത്, ഈ സമൂഹത്തെ ഓർത്ത് ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ തന്നെ പൗലോസ്ലീഹ തെസ്സലോനി സഭയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നൊരു വചനമുണ്ട്. 3-ാമത്തെ വചനം വായിക്കാവോ? നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു, ഞങ്ങൾ ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസ്ലീഹ പറയാണ്. 3 കാര്യങ്ങളാണ് പൗലോസ്ലീഹ തെസ്സലോനിയ സഭയെ കുറിച്ച് പറയുന്നതും അവരെ അഭിനന്ദിക്കുന്നതും. 1, ദൈവത്തിന്റെ മുമ്പാകെ, നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഒരുമിച്ച് പറഞ്ഞേ, വിശ്വാസത്തിന്റെ പ്രവൃത്തിയും സ്നേഹത്തിന്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞാൻ അനുസ്മരിക്കുന്നു. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? നിങ്ങൾ കൊള്ളാലോ. വിശ്വാസത്തിന്റെ പ്രവൃത്തിയും സ്നേഹത്തിന്റെ പ്രയത്നവും ദൃഢമായ പ്രത്യാശയും. ഈ 3 കാര്യങ്ങളെ പ്രതി പൗലോസ്ലീഹ തെസ്സലോനിയ സഭയെ അഭിനന്ദിക്കുക, കൈയടിക്കുക. നിങ്ങളുടെ അടുത്ത് കൈയടിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ തെസ്സലോനിയ സഭയെ ഓർത്ത് പൗലോസ്ലീഹ കൈയടിക്കുവാന്നാണ് പറഞ്ഞത്. എന്നാൽ കുഴപ്പമില്ല, നിങ്ങൾ നല്ല തീക്ഷ്ണമായിട്ടിരുന്ന് കൈയടിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പൊ പൗലോസ്ലീഹ ഈ സമൂഹത്തെ ഓർത്ത് കൈയടിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. അതിന് 3 കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അവരുടെ വിശ്വാസത്തിനൊരു പ്രവൃത്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കുന്നവരാണ്, അല്ലേ? സംശയമില്ലല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അത് ഏത് വിശ്വാസത്തിലുള്ളവരാകട്ടെ, ഏത് മതവുമായി ബന്ധപ്പെട്ടതാകട്ടെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, അത് മാമോദീസായിലൂടെ, ജലത്താലുള്ള മാമോദീസായിലൂടെയോ വിശ്വാസത്തിലുള്ള മാമോദീസായിലൂടെയോ ഒക്കെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. അതിനകത്ത് ഒരു സംശയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പൗലോസ്ലീഹ പറയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. അപ്പൊ വിശ്വാസവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കണേ. നിങ്ങൾ യാക്കോബിന്റെ ലേഖനം ഒന്ന് എടുക്കാവോ? യാക്കോബിന്റെ ലേഖനം, അതിന്റെ 2-ാം അധ്യായം എടുത്ത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം, അതിന്റെ 19-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. അത് നല്ലത് തന്നെ. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, ദൈവം സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നു, ദൈവം രക്ഷകനാണെന്ന് വിശ്വസിക്കുന്നു, ദൈവം അവന്റെ പരിശുദ്ധ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു എന്ന് നാം വിശ്വസിക്കുന്നു. എന്നിട്ട് പറയാണ് അത് നല്ലത് തന്നെ. അടുത്ത വചനം വായിച്ചോ. പിശാചുക്കളും അങ്ങനെ
വിശ്വസിക്കുന്നു. നിക്കട്ടെ, യേശു ദൈവമാണെന്ന് നമ്മൾ മാത്രമല്ല, പിന്നെ ആരും കൂടി വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പിശാചും നമ്മൾ എന്ത് വ്യത്യാസമുണ്ട്? വചനം പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ദൈവമാണെന്ന്, ഞാനും വിശ്വസിക്കുന്ന യേശു ദൈവമാണെന്ന്. വചനം കൂട്ടിച്ചേർക്കുന്നു, പിശാചും വിശ്വസിക്കുന്നു യേശു ദൈവമാണെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചില സമയത്ത് നമുക്കുള്ളതിനേക്കാളും വിശ്വാസം ആർക്കുണ്ട്? അല്ലേ? നമുക്കുള്ളതിനേക്കാളും വിശ്വാസവും ബോധ്യവും യേശുവിനെ കുറിച്ച്, യേശു ദൈവമാണെന്ന് പിശാച്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പലയിടങ്ങളിൽ പിശാച് പറയുന്നുണ്ട്, യേശുവിനോടുള്ള ബന്ധത്തിൽ സംസാരത്തിൽ പറയുന്നു, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങൾ വെറുതെ വിട്. നീ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്, നീ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് എന്നൊക്കെ ഈ പിശാച് പറയുന്നുണ്ട്. അപ്പോ പിശാച് പോലും വിശ്വസിക്കുന്നുണ്ട് യേശു ദൈവമാണ്. ഹല്ലേലൂയ. പിശാച് പോലും വിശ്വസിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരവും രക്തവുമാണെന്ന്. പിശാച് പോലും വിശ്വസിക്കുന്നു. അപ്പൊ തെസ്സലോനി സഭയെ പൗലോസ്ലീഹ അഭിനന്ദിച്ചത് 3 കാര്യങ്ങളിലാണ്. ഒന്ന്, അവർക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു. അത്രയും പീഡനങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ, അവര് സന്തോഷത്തോടെ സുവിശേഷം സ്വീകരിച്ചു. ഇത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അടുത്തെന്തായിരുന്നു? സ്നേഹത്തിന്റെ പ്രയത്നം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, വർക്ക് പ്രോംപ്റ്റഡ് ബൈ ദ ലവ് ഓഫ് ഗോഡ്. സ്നേഹത്താൽ ഒരു പ്രേരണ കിട്ടിയ വർക്ക്, ജോലി. അപ്പോ ഇവിടെ സ്നേഹത്തിന്റെ പ്രയത്നം എന്ന് പറയുമ്പോൾ ദൈവസ്നേഹത്താൽ പ്രചോദിതമായ പ്രവൃത്തി, അത് ഈ തെസ്സലോനി സഭ ചെയ്യുവായിരുന്നു. അതായത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഒത്തിരി കാര്യങ്ങൾ ഇവർ ചെയ്യുവായിരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഇപ്പോ ഞാനും ഇവിടെ കൂടിയിരിക്കുന്ന ഈ സഹോദരങ്ങളും പാട്ട് പാടുന്നവരും, ഞാൻ വന്നപ്പോൾ എന്നെ സ്വീകരിക്കാനൊരു ചേച്ചി ഉണ്ടായിരുന്നു, എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി വിടാനൊരു ചേട്ടനുണ്ടായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ, ഇടയ്ക്ക് എനിക്കൊരു ഗ്ലാസ് കാപ്പി കൊണ്ടുവന്നരാൻ ഒത്തിരി ശുശ്രൂഷകരൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. രാപ്പകലില്ലാതെ കർത്താവിനെ പ്രതി മധ്യസ്ഥ പ്രാർത്ഥനയിലും അല്ലാതെ പലയിടങ്ങളിലൊക്കെ ഇതെല്ലാം ചെയ്യുന്നത് ലോകം ഒട്ടാകെ നോക്കിക്കഴിഞ്ഞാല് അനേകായിരങ്ങള്, പതിനായിരങ്ങള്, ലക്ഷക്കണക്കിന് ജീവിതങ്ങള് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങളുടെ ജീവിതം കൊണ്ട് ഒത്തിരിയേറെ ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നമ്മള് നിസ്സാരമായിട്ട് കാണേണ്ട വിഷയമല്ല. കാരണം ഇത് അനുഗ്രഹത്തിന്റെ ഒരു തലമാണ്. അനുഗ്രഹത്തിന്റെ ഒരു തലമാണ്. എനിക്കെന്റെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അവന് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അവനെ പ്രതി, അതായത് ഞാൻ ഈ പറയുന്ന പോലെ സ്നേഹത്തിന്റെ പ്രയത്നം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ അതങ്ങനെ ചെയ്യാനുള്ള കാരണം കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാവുന്നത്. പൗലോസ് പറയാണ്, അവർ ചെയ്ത പ്രവൃത്തികളിലൊക്കെ ദൈവത്തോടുള്ള സ്നേഹമുണ്ടായിരുന്നു. നമ്മൾ പറയലേ, നമ്മൾ ചിലരൊക്കെ പറയലേ, ക്ഷമിക്കാനൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അത്ര കണ്ട് ക്ഷമിക്കാൻ പോലും പറ്റാത്ത അനുഭവങ്ങളിലും ചിലർ ക്ഷമിക്കുന്നവരുണ്ട്. പറയുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റി? ഇപ്പോഴും ചങ്ങനാശ്ശേരി ഭാഗത്തുണ്ടായിരുന്ന ഒരു കുടുംബമായിട്ട് ധ്യാനത്തിന് വന്നാണ്. ഭാര്യയും ഭർത്താവും, ഭർത്താവിന്റെ അമ്മയും അപ്പനും പിള്ളേരെ കൂടിയാണ് ധ്യാനത്തിന് വരുന്നത്. അപ്പൊ ധ്യാനത്തിന് വരുമ്പോ വിഷയം ഇതാണ്, ആ ഇടവക അതിർത്തിയിൽ തന്നെയുള്ള മറ്റൊരു സ്ത്രീയുമായിട്ട് ഈ പറയുന്ന ഭർത്താവിന് ഒരു അവിഹിത ബന്ധം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു. അപ്പോ അങ്ങനെ ഈ ആരും ഇല്ലാത്ത സമയത്തെങ്ങാണ്ടും ഈ പറയുന്ന പുള്ളി അവളുടെ വീട്ടിൽ ചെന്നു, അവളുടെ ആങ്ങളെ പിടിച്ചു. അത് വല്ലാത്ത വിഷയമായി. നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞ ആങ്ങളെ പുള്ളീനെ അവിടെ വീട്ടിലിട്ട് തല്ലി സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നു ഭാര്യയുടെ മുമ്പിലും ഭർത്താവിന്റെ മാതാപിതാക്കളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷയമാക്കി. ഒരു വിധത്തിലും ആ ദേശത്ത് ജീവിക്കാൻ പറ്റാത്തൊരു മാനസിക സംഘർഷത്തിലായി. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിന്റെ പിന്നിൽ സംഭവിച്ചു. അവസാനം ഇവര് ധ്യാനത്തിന് ഇരിക്കുമ്പോ, ധ്യാനത്തിനൊക്കെ വന്ന് എന്നെ കാണാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ, ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്റെ ഭാര്യ ഒരു വാക്കുകൊണ്ട് പോലും എന്നെ കുത്തി മുറിവേൽപ്പിച്ചിട്ടില്ല.
ഇത്ര സംഭവിച്ചു. സാധാരണ ഭാര്യമാരത് കേട്ട് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അപ്പത്തന്നെ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ പുള്ളിക്കെതിരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ ചെയ്യാവുന്നതിന്റെ മാക്സിമം, പിന്നെ ഒന്നും മുന്നോട്ട് പറ്റില്ല. ഈ ഭർത്താവ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഭാര്യ ഞാൻ ചോദിച്ചു, സഹോദരി, അപ്പൊ ഞാനും പുള്ളിയെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഈ സഹോദരിയുടെ ഔദാര്യമാണ് ജീവിതം, ശേഷിക്കുന്ന ജീവിതമാണെങ്കിൽ. ഈ സഹോദരി പറഞ്ഞ ഒറ്റ കാര്യമുള്ള, അച്ഛാ, ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ ഈ ലോകത്ത് മറ്റാര് ഈ വ്യക്തിയോട് ക്ഷമിക്കും? മറിച്ച് രണ്ടാമത് പറയണം, അച്ഛാ, എനിക്ക് ഇയാളോട് ക്ഷമിക്കാൻ പറ്റിയതിന് ഒറ്റ കാരണം കർത്താവിനോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടും എൻ്റെ കർത്താവ് എന്നോട് എത്രമാത്രം ക്ഷമിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എൻ്റെ ഭർത്താവിനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റിയത്. അവരെന്നിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ട് വീടൊക്കെ വിറ്റു. അവര് അങ്കമാലി ആലുവ ഭാഗത്ത്, അങ്കമാലിക്ക് ആലുവയ്ക്ക് ഇടയ്ക്ക് ഒരു വീടൊക്കെ എടുത്ത് അവരിവിടെ നിന്ന് മാറി. കാരണം അവിടെ താമസിക്കാൻ പറ്റില്ല. എല്ലാവരുടെ മുമ്പിൽ ഇടവക്കാരെല്ലാം അറിഞ്ഞ്, നാട്ടുകാരെല്ലാം അറിഞ്ഞ് അവിടുത്തെ ഒരു അസ്വസ്ഥയായിട്ട് മാറി. പുള്ളി പറഞ്ഞാണ്, അച്ഛാ, ഞാൻ ഇന്നും ജീവിച്ചെങ്കിൽ എൻ്റെ ഭാര്യ കാരണം. ഒരു വാക്കുകൊണ്ട് പോലും ഇത്രയും വലിയ പാപം ചെയ്തിട്ടെ, ഭാര്യയോട് അവിശ്വസ്തത കാണിച്ച് പിടിക്കപ്പെട്ട് ആ പെണ്ണിന്റെ ആങ്ങളെ കൊണ്ടുവന്ന് വീട്ടിലും നാട്ടിൽ മക്കളുടെ മുമ്പിലൊക്കെ വെച്ച് ഒരപ്പരെ കുറിച്ച് കുഞ്ഞുങ്ങൾ പോലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും പെങ്കുച്ചൊന്നും വേണ്ടിയില്ല. പറഞ്ഞാണ്, എന്റെ കർത്താവിനോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും ഇത്രയും നാളച്ചാ ഞാൻ പ്രാർത്ഥനയിലായിരുന്നവളല്ലേ, ഇത്രയും നാൾ ഞാൻ ദൈവത്തെ വിളിച്ചവളല്ലേ, ഇത്രയും നാൾ ഞാൻ കർത്താവിന്റെ സ്നേഹത്തിൽ ജീവിച്ചവളല്ലേ, ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ ഞാനല്ലാതെ മറ്റാരാണ് എന്റെ ഭർത്താവിനോട് ക്ഷമിക്കുക? ഞാനത് കേട്ടിട്ട് ഞാൻ ചോദിച്ചു, ദൈവമേ, ഇത്രയും നാൾ ശുശ്രൂഷ ചെയ്തിട്ട് നമുക്കൊരു വേദന, നമുക്കൊരു ബുദ്ധിമുട്ട്, നമ്മളെ വല്ലാതെ മനസ്സിനെ കീറിമുറിക്കുന്ന, വഞ്ചിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോഴും നമ്മളും എത്ര നാളുകളുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് അതിൽ നിന്ന് പുറത്തു വരുന്നത്? ഒരു പരിധിവരെ നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ വ്യക്തി ഒഴിവാക്കാൻ ശ്രമിക്കും. അവിടെ ഒഴിവാക്കിയാൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ. ഈശോ പറഞ്ഞ, അച്ഛാ, ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞാൻ അറിഞ്ഞവളാണ്. അതുകൊണ്ടും മാത്രം, കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞതുകൊണ്ടും മാത്രം സ്നേഹത്തിൻ്റെ പ്രവൃത്തി, സ്നേഹത്തിലൂന്നിയുള്ള, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂന്നിയുള്ള പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ സ്നേഹവും കർത്താവിന്റെ സ്നേഹവും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ലോകത്തിന്റെ സ്നേഹത്തിൽ നിന്നും കർത്താവിന്റെ സ്നേഹത്തിലേക്കുള്ള ഒരു രൂപാന്തരീകരണമാണ് ഒരു ആത്മീയ മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത്. യഥാർത്ഥ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഒരു ലോകത്തോട് ബന്ധപ്പെടുത്തിയും ലോകത്തിന്റെ സ്നേഹത്തിൽ നിന്നും കർത്താവിന്റെ സ്നേഹത്തിലേക്കും കർത്താവിനോടുള്ള ബന്ധത്തിലുള്ള ഒരു ആത്മാവിന്റെ വളർച്ചയാണ് യഥാർത്ഥ പരിശുദ്ധമായ പ്രാർത്ഥനയും ആത്മീയ ജീവിതവും. അപ്പോ ലോകത്തിൻ്റെതായ വ്യത്യസ്തതകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ലോകത്തിലുള്ളവര് നമുക്ക് അന്ത്യത്തോളം നമ്മെ സ്നേഹിക്കാൻ കഴിവുള്ളവരല്ല എന്ന് നമ്മൾ എന്നും അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിലുള്ളവർക്ക് ആർക്കും നമ്മെ അന്ത്യത്തോളം നമ്മെ സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിന്റെ ഈ സ്നേഹം അനുഭവിച്ചാലുണ്ടല്ലോ, ഈ സ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റും. ഈശ്വരന്റെ സ്നേഹം. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത് ഈശ്വരനുള്ള സ്നേഹത്തെ പ്രതിയാണ്. കർത്താവിന്റെ സ്നേഹം അറിഞ്ഞത് കൊണ്ട് ഈ സ്നേഹത്തെ പ്രതിയുള്ള ശുശ്രൂഷകളാണ്, പ്രയത്നങ്ങളാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ അതിന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. 2-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വചനങ്ങൾ, സുവിശേഷം ഫലമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് എനിക്ക് ഒരു ലാഭവുമില്ല. ഇത് എന്റെ ഹൃദയം അറിയുന്ന, എന്നെ അറിയുന്ന എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, അവരോടുള്ള സ്നേഹബന്ധത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. എന്നിട്ട് പൗലോസിനെ പറയുകയാണ്, നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞങ്ങളുടെ പ്രസംഗങ്ങൾ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല.
പിന്നെയോ അത്യാഗ്രഹത്തിന്റെ പുറങ്കുപ്പായം ധരിച്ചിട്ടുമില്ല. അതിന് ദൈവം തന്നെ സാക്ഷി. പിന്നെന്താന്ന് ചോദിച്ചാൽ ഈ സ്നേഹത്തിന്റെ പ്രേരണ, സ്നേഹത്തിന്റെ അനുഭവം, സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഇന്ന് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ ദിവസവും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എന്തെങ്കിലും സ്നേഹത്തിന്റെ പ്രവൃത്തി ചെയ്യണം. അല്ല എങ്കിൽ മദർ തെരേസ പറഞ്ഞാന്ന് തോന്നുന്നു, നമ്മൾ സ്നേഹത്തിന്റെ പ്രവൃത്തി ചെയ്യാത്ത ഒരു ദിവസം നമ്മുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നില്ല എന്നാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു ശുശ്രൂഷയോ ഒരു പ്രവൃത്തിയോ എന്റെ കർത്താവിനോടുള്ള കർത്താവ് ഒരു ഗ്ലാസ് വെള്ളം ഒന്നും ചെയ്തില്ല, ഒരു ഗ്ലാസ് വെള്ളം ആ സ്നേഹത്തെ പ്രതി കൊടുത്തവന് പ്രതിഫലമുണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ലേ? ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ, മനസ്സിലാക്കാതിരിക്കുമ്പോ കർത്താവിനോടുള്ള ആ സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ട് ദാറ്റ്സ് ഓക്കെ, എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കിയില്ലേലും എന്റെ കർത്താവ് എന്നെ പറ ഹല്ലേലൂയ. ചിലപ്പോ മാതാപിതാക്കള്, ഭർത്താവിന്റെയോ ഭാര്യയുടെയോ മാതാപിതാക്കള് ഒരു സ്നേഹമില്ലാത്തവരാകാം. വായെന്ന് വരുന്ന വാക്ക് നല്ല സുഹൃതജപമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ സുഹൃതജപം എന്ന് പറയുന്നത്. എന്നാലും ഞാൻ അവരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കും. ആമേൻ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. പറഞ്ഞാ മാത്രം പോരാ, ഇവിടെ ഇരുന്ന് ആമേൻ പറഞ്ഞാ പോരാ, വീട്ടിൽ ചെല്ലുമ്പോ ഈ സ്നേഹത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം. അപ്പോഴാണ് അയലൊക്കെക്കാരൻ നിങ്ങൾക്കെതിരെ തെറി പറയാൻ വന്നേക്കുന്നത്, നിങ്ങളുടെ അതിർത്തി മാന്താൻ വന്നേക്കുന്നത്, ഏതെങ്കിലുമൊക്കെ ഇതൊക്കെ ജീവിതത്തിന്, പച്ചയായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ സ്നേഹമുള്ളത് കൊണ്ട്, ഈ പരിശുദ്ധാത്മാവിലുള്ള സ്നേഹമുള്ളത് കൊണ്ട് നമ്മള് ഇടത്തോട്ടും വലത്തോട്ടും അല്ല നോക്കുന്നത്, നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങള് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതിന്റെ 7-ാം അധ്യായം എടുത്ത്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അതിന്റെ 7-ാം അധ്യായം 54 മുതലുള്ള വചനങ്ങളാണ്. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി ആരാ? ആരാ? ഉറക്കപ്പറ, ഉറക്കപ്പറ, എല്ലാവരും പറ. ഉറങ്ങുന്നവർ ആദ്യം ഉറക്കെ പറഞ്ഞേ. സ്തെഫാനോസ് അല്ലെ? സഭയുടെ ആദ്യത്തെ അപ്പസ്തോല രക്തസാക്ഷി ആരാണ്? യാക്കോബ്. കേട്ടോ, യാക്കോബ്. അപ്പോ ഈ പറയുന്ന സ്തെഫാനോസ് യേശു ഏക സത്യ ദൈവമാണെന്ന് പറയുകയും ജീവിതം കൊണ്ട് ആ സുവിശേഷം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ സ്തെഫാനോസിനെ പിടിച്ചിട്ട് ഇവരെല്ലാവരും കൂടി സ്തെഫാനോസിനെതിരെ വന്നിട്ട് കല്ലെറിയുക. സ്തെഫാനോസ് പറഞ്ഞു തന്നായിരുന്നു സുവിശേഷം. സ്തെഫാനോസ് പറഞ്ഞു തന്നായിരുന്നു സുവിശേഷം. സ്തെഫാനോസ് പറഞ്ഞു തന്നായിരുന്നു. എന്നിട്ട് അവന് കിട്ടിയ അനുഭവം എന്തായിരുന്നു? കല്ലേറ്. ആരാത് പറഞ്ഞേ? അതാരാ പറഞ്ഞേ? കല്ലേറുന്നു. കല്ലേറ് അനുഭവങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. സുവിശേഷം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവമാണ് എന്ത്? അതായത് സ്നേഹത്തോടെ, അത് കർത്താവിന്റെ മനോഭാവത്തിൽ നിന്നുകൊണ്ട് നാം എന്തെങ്കിലും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ നല്ല വാക്ക് എക്സ്പെക്ട് ചെയ്യരുത്. സ്തെഫാനോസ് സുവിശേഷം പറഞ്ഞപ്പോ സ്തെഫാനോസിന് കിട്ടിയ അനുഭവം എന്താന്ന് പറയാം? കല്ലേറ കിട്ടിയത്. അതുകൊണ്ട് സുവിശേഷം പറയുമ്പോ, സുവിശേഷം ജീവിക്കുമ്പോ കല്ലേറുകൾ ഉണ്ടാകും. ആമേൻ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. അപ്പൊ കല്ലേറുണ്ടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷ ജീവിതം അവസാനിപ്പിക്കണം. പറ, എന്ത് ചെയ്യണം? അപ്പോ കല്ലേറുണ്ടായാലും നമ്മള് പുറകോട്ട് പോവുകയല്ല. ഹല്ലേലൂയ. കല്ലേറല്ല, കേന്ദ്രത്തിൽ നിന്ന് ആളിറങ്ങിയാൽ പോലും നമ്മള് പുറകോട്ട് പോവുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇത് ഈ സ്തെഫാനോസ് സുവിശേഷം പറഞ്ഞു, ഉടനെ തന്നെ സ്തെഫാനോസിനെതിരെ കല്ലെറിയുക. ഒരു സത്യത്തിന് വേണ്ടി, നിത്യസത്യത്തിന് വേണ്ടി സ്തെഫാനോസ് നിന്നപ്പോ സ്തെഫാനോസിനുണ്ടായ അനുഭവമാണ് കല്ലേറിന്റെ അനുഭവം. ഒരു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോ
കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ശുശ്രൂഷ ജീവിതത്തിന് ഇറങ്ങുമ്പോ, ആ സ്നേഹത്തിന്റെ പ്രവൃത്തികളിൽ വ്യാപരിക്കാൻ ഇറങ്ങുമ്പോ, സഹോദരങ്ങളോട് കരുണ കാണിക്കാൻ ഇറങ്ങുമ്പോ, ആതുര സേവനത്തിന് ഇറങ്ങുമ്പോ ഹൃദയത്തിൽ എഴുതി ഉറപ്പിക്കേണ്ട ഒരു വിഷയമാണ് കല്ലേറിന്റെ അനുഭവത്തിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകേണ്ടി വരുമെന്ന്. ഇത് ഉറപ്പിച്ചിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങാവും. അല്ലാതെ ഈ ഇറങ്ങി കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് എനിക്ക് കല്ലേറ് കിട്ടിയേ, ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ചീത്ത പറഞ്ഞേ, ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് ആരും കൈയടിച്ചില്ലേ, ഞാൻ സ്നേഹത്തിന്റെ പ്രവൃത്തി ചെയ്തിട്ട് ആരും നല്ല വാക്ക് പറഞ്ഞില്ലേ, ആരും എന്നെ നോക്കിയില്ലേ, ആരും എന്നെ ഗവനിച്ചില്ലേ, അച്ഛൻ എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട്, ഞാൻ ഇത്ര ഓടി നടന്നിട്ട് ആരും ഒരു നല്ല വാക്ക് പറഞ്ഞില്ലേ, ഞാൻ എല്ലാ കൺവെൻഷനും ബ്രെഡ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല വാക്ക് പറഞ്ഞില്ലേ, നന്ദി പറയുന്ന സമയത്ത് എന്റെ പേര് പറഞ്ഞില്ല അച്ഛാ. ഹല്ലേലൂയ. നിങ്ങളെ ഉദ്ദേശിച്ചല്ല, കാരിസ്മയിലെ ശുശ്രൂഷകരെ ഉദ്ദേശിച്ച ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ല. നിങ്ങൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ സ്നേഹത്തിൽ ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. കാരണം ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. കൺവെൻഷൻ കഴിയുമ്പോൾ, വാർഷിക കൺവെൻഷൻ കഴിയുമ്പോൾ നന്ദി പറയാം. അപ്പൊ ചില സമയത്ത് ആരെങ്കിലുമൊക്കെ വിട്ടുപോകും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിക്കുന്ന അച്ഛാ എന്നാലും ഇങ്ങനെ ഒരു പരാതി കേട്ടായിരുന്നു. എന്നതാ പുള്ളി പറഞ്ഞായിരുന്നു, ഞാൻ ഇത്രയെ കഷ്ടപ്പെട്ടിട്ട് അച്ഛൻ എന്നെ കുറിച്ചൊരു വാക്ക്. പൗലോസിലെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾ ഹൃദയത്തിൽ എഴുതിയിടേണ്ട വചനമാണ്. കർത്താവ് പൗലോസിന് പറഞ്ഞു, ഞാൻ ഇന്നും കർത്താവിന്റെ ശുശ്രൂഷകനായിട്ട് നിലനിൽക്കുന്നുണ്ടോ? only one reason, ഒറ്റ കാരണമേ ഉള്ളൂ. മനുഷ്യന്റെ പ്രീതിയല്ല ഇക്കാലം അത്രയും ഞാൻ അന്വേഷിച്ചത്, ദൈവത്തിന്റെ പ്രീതിയാണ്. മനുഷ്യന്റെ പ്രീതിയായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു ശുശ്രൂഷകനാകുമായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ, തിരസ്കരിക്കാൻ, ശുശ്രൂഷ ചെയ്യാൻ, വേണ്ടെന്ന് വെക്കാൻ, പോട്ടേന്ന് വെക്കാൻ, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, എളിമപ്പെടാൻ തീരുമാനമെടുത്തോ, നിത്യജീവന്റെ പ്രതിഫലത്തിനാണ് കർത്താവ് ഒരുക്കുന്നത്. ഈ ഭൂമിയിൽ കൈയടി കിട്ടണമെന്ന് വരില്ല, മനസ്സിലാക്കിയെന്ന് വരില്ല, ആരും അത് അംഗീകരിച്ചെന്ന് വരില്ല, ഒന്നുമില്ല. പക്ഷേ നിത്യജീവന്റെ പ്രതിഫലം കർത്താവ് നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് സ്തെഫാനോസിന് കല്ലേറ് നടന്നപ്പോ സ്തെഫാനോസ് ചെയ്തു നോക്കണേ. ഞാൻ വായിക്കാം, പെട്ടെന്ന് വായിക്കാം, സമയപരിധി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിക്കാം. അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു. എന്നാൽ സ്തെഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞപ്പോ ദൈവത്തിന്റെ സ്നേഹം അങ്ങോട്ട് ഉള്ളിൽ അങ്ങോട്ട് നിറഞ്ഞു. റോമ 5:5 എന്നാ പറയുന്നേ? റോമ 5:5 പ്രത്യാശ നമ്മെ, കാരണം ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ, ആത്മാവിൽ നിറഞ്ഞു നിന്നപ്പോ ഈ കുരിശിന്റെ സ്നേഹമുണ്ടല്ലോ, കുരിശിന്റെ പരിശുദ്ധമായ സ്നേഹമുണ്ടല്ലോ, ഈ ലോകത്തിന് നിർവചിക്കാൻ പറ്റാത്ത അത്ര വലിപ്പമുള്ള കുരിശിന്റെ സ്നേഹമുണ്ടല്ലോ, അത് സ്തെഫാനോസിന്റെ ചങ്കിലേക്ക് അങ്ങോട്ട് ഒഴുകി ഇറങ്ങി. എന്നിട്ട് വചനം പറയാണ്, ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ സ്നേഹം നിറഞ്ഞപ്പോ അവൻ സ്വർഗത്തിലേക്ക് നോക്കി കർത്താവിന്റെ മഹത്വം ദർശിച്ചു. എങ്ങോട്ടാ നോക്കിയേ? എങ്ങോട്ടാ നോക്കിയേ? കല്ലെറിഞ്ഞപ്പോ സ്തെഫാനോസ് എങ്ങോട്ടാ നോക്കിയേ? അതിന് കാരണം എന്താണ്? ദൈവത്തിന്റെ സ്നേഹം ആത്മാവിൽ നിറഞ്ഞതുകൊണ്ട്. നമ്മളെ കല്ലെറിയുമ്പോൾ നമ്മൾ എങ്ങോട്ടാ നോക്കുന്നേ? സത്യം പറയണം, നുണ പറയണം. നമ്മൾ കല്ലെറിയുമ്പോ ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ആണോ? നമ്മൾ കല്ലെറിഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ? എന്നിട്ട് ആ താഴെ കിടക്കുന്ന കല്ലെടുത്ത് കിട്ടുമെങ്കിൽ ആ അതേ സ്പീഡിൽ തന്നെ നമ്മള് തിരിച്ചറിയും. ഇതല്ലെങ്കിൽ അപ്പുറത്ത് ഇച്ചിരി വലിയ കല്ലുണ്ടെങ്കിൽ അല്ലേ? നമ്മളൊക്കെ കർത്താവിന്റെ സ്നേഹം പരിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും സ്വീകരിക്കുന്നവരാണ്. എന്നിട്ട് ചങ്കിൽ ഈ സ്നേഹത്തിന്റെ നെരുപ്പും ഈ ചങ്കില് ഈ സ്നേഹത്തിന്റെ അനുഭവം കൊണ്ടു നടക്കുന്നവനാണ് ഒരു ക്രിസ്ത്യാനി. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചടിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഒരു ക്രിസ്ത്യാനിക്ക് തിരിച്ചടിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, മറിച്ച് കർത്താവിന്റെ കുരിശിന്റെ പിന്നാമ്പുറങ്ങളിൽ എന്റെ കരങ്ങളും കാലുകളും അവന്റെ കുരിശിനോട് ചേർത്ത് തറയ്ക്കപ്പെട്ടവനാണ് ഒരു ക്രിസ്ത്യാനി. അതുകൊണ്ട് അവൻ തിരിച്ചടിക്കാത്ത
ഹല്ലേലൂയ. അല്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് തിരിച്ചടിക്കാൻ ആരോഗ്യമില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണം ക്രിസ്ത്യാനികളാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. തിരിച്ചടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, പക്ഷേ നമ്മുടെ കൈകാലുകള് അവന്റെ സ്നേഹത്തിൽ അവനോട് ചേർത്ത് ആ കുരിശിന്റെ മറുപുറത്തുണ്ടല്ലോ തറച്ചു വെച്ചേക്കുക. തറയ്ക്കപ്പെട്ട കൈ കൊണ്ട് എങ്ങനെ തിരിച്ചടിക്കാൻ പറ്റും? ആണി കൊണ്ട് തറയ്ക്കപ്പെട്ട് കുരിശിലിരിക്കുന്ന ഒരു കൈ കൊണ്ട് എങ്ങനെ തിരിച്ചടിക്കാൻ പറ്റും? ഹല്ലേലൂയ. അപ്പോ സ്തെഫാനോസ് ശരീരത്തിൽ കല്ലുകളേക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് വചനം പറയുന്നു, അവൻ കണ്ടു. എന്ത് കണ്ടു? ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഉപവിഷ്ടനായിരിക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തെഫാനോസ് കണ്ടതെന്താ? സഹനത്തിൽ കണ്ടതെന്താ? പിതാവിന്റെ വലതുഭാഗത്ത് യേശു ഉപവിഷ്ടനായിരിക്കുന്നത്, സ്വർഗം തുറക്കപ്പെട്ടത്, അവന്റെ സ്വർഗീയ വസതി സ്തെഫാനോസ് കണ്ടു. ഈ ഭൂമിയിലാണ് സ്തെഫാനോസ് കാലുറപ്പിച്ചാണ്. ശ്രദ്ധിക്കണേ, അത് അവന്റെ കാല് ഈ ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുമ്പോ അവന്റെ കണ്ണുകൾ അവന്റെ നിത്യവസതിയിൽ അവൻ ഉറപ്പിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഈ ഭൂമിയിൽ കാലുറപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് അവന്റെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ഒരു യാത്രയാണ് ഒരു ക്രിസ്തീയ ജീവിതം. എന്ന് ഒരുവൻ അവിടെ നിന്ന് കണ്ണു പറയ്ക്കുന്നുവോ, അതായത് അവന്റെ സ്വർഗീയ ദർശനം ഉണ്ടല്ലോ, നിത്യതയുടെ ഒരു ദർശനം ഉണ്ടല്ലോ, അവനെന്നും എക്കാലവും വസിക്കേണ്ട ഒരു ഭവനത്തിന്റെ നിത്യവസതയുടെ ഒരു ദർശനം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോയാ പിന്നെല്ലാം പോയി. പിന്നെ സഹിക്കാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല, എളിമപ്പെടാൻ പറ്റില്ല, വിട്ടുകൊടുക്കാൻ പറ്റില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പോ സ്തെഫാനോസ് തനക്കാലവും വസിക്കേണ്ട ഒരു സ്വർഗീയ വസതി കാണുക അല്ലേ? ഈശോ പറഞ്ഞില്ലേ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വചനത്തില്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, എന്നിലും വിശ്വസിക്കുവിൻ, പിതാവിലും ദൈവത്തിലും വിശ്വസിക്കുവിൻ. ഞാൻ പോവാണ് നിങ്ങൾക്ക് വേണ്ടി വസതി ഒരുക്കുവാൻ, എന്നിട്ട് ഞാൻ വീണ്ടും വരും. എന്തിനാ? നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ സ്വർഗീയ വസതിയിലേക്ക് കർത്താവ് വരും. നമ്മുടെ മരണത്തിലൂടെ നമ്മെ ആ സ്വർഗീയ വസതിയിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ നാം എന്നും എക്കാലവും ജീവിക്കേണ്ട ഒരു സ്വർഗീയ വസതിയുണ്ട്. ഇവിടെ നമ്മൾ തീർത്ഥാടകരാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഭവനമല്ല. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം, അടുത്തേക്ക് മുഖത്തേക്ക് നോക്കിയിട്ട് പറയാം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗത്തിന്റെ പൗരന്മാരാണ്. മനസ്സിലായെന്ന് ചോദിച്ചേ. ഇനി നിങ്ങളൊന്ന് ആലോചിക്കും, സ്വർഗത്തിൽ പോണേ. ഇപ്പൊ ഈ പിള്ളേരൊക്കെ ഈ ജർമ്മൻ പഠിച്ച് എവിടെ പോകുന്നേ? ജർമ്മൻ പഠിച്ച് എവിടെ പോകുന്നേ? ജർമ്മൻ പഠിച്ച് ആരും പോളണ്ടിൽ പോവുകയല്ലേ? ജർമ്മൻ പഠിച്ച് അങ്ങോട്ടാ പോകുന്നേ? ജർമ്മനിക്ക് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോകാം അല്ലെ? ആ ജർമ്മൻ അല്ലെങ്കിൽ ഓസ്ട്രിയ പോകാം, ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളിലൊക്കെ പോകാം. സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗത്തിന്റെ ഭാഷ പഠിക്കണം. ആ സ്വർഗത്തിന്റെ ഭാഷയാണ് സ്നേഹം. ഹല്ലേലൂയ. സ്നേഹിക്കാൻ പഠിക്കാത്തവൻ സ്വർഗത്തിൽ, സ്നേഹിക്കാൻ പഠിക്കാത്തവൻ നിത്യവസതി പോവുകയാണ്. പൗലോസിനെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങളുടെ നിത്യവസതി പ്രാപിക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. ഒരു ദിവസം പോണം, ഒരു ദിവസം പോണം. നിത്യവസതി പ്രാപിക്കാൻ ഒരു ദിവസം പോണം. ഈ പ്രത്യാശയാണ് മൂന്നാമത് തെസ്സലോനിക്ക സഭയിൽ എഴുതി വെച്ചത്. എന്നിട്ട് നിങ്ങൾ നോക്കണേ, സ്തെഫാനോസ് പറയുന്ന ഒരു കാര്യമാണ്. സ്തെഫാനോസ് ഈ കല്ലുകളെ ഏൽക്കുമ്പോ സ്തെഫാനോസ് പറഞ്ഞു, അവസാനിപ്പിക്കുന്ന ഇങ്ങനെ, അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. കാരണം ഈ സ്നേഹം, യേശുവിന്റെ കുരിശിന്റെ സ്നേഹം ഉള്ളിൽ കിടന്നുകൊണ്ട്, യേശു കുരിശിൽ കിടന്നപ്പോൾ ആ സ്നേഹത്തിൽ, പരിശുദ്ധമായ സ്നേഹത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെ സ്തെഫാനോസ് ചെയ്തു. സ്തെഫാനോസ് പറഞ്ഞു, ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുത് എന്ന് പറഞ്ഞ് മരണനിദ്ര പ്രാപിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ മരിക്കാൻ സാധിച്ചതിന് കാരണം നിത്യവസതിയെ കുറിച്ച് ഒരു പ്രത്യാശയുണ്ടായിരുന്നു. ഈ പ്രത്യാശയില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിന്റെ സഹനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല.
ജീവിതത്തിന്റെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മൂന്നാമത്തത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയും സ്നേഹത്തിന്റെ പ്രയത്നവും. പിന്നെതാ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും. മൂന്നാമത്തെ കാര്യം പ്രത്യാശ. യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ, നിത്യജീവിതത്തിലുള്ള പ്രത്യാശ, അവരോടൊപ്പം നമ്മളെക്കാലവും വസിക്കുമെന്നുള്ള പ്രത്യാശ, നമുക്കൊരു നിത്യവസതിയുണ്ട് എന്നുള്ള പ്രത്യാശ. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11:35 നാം വായിക്കുന്നുണ്ട്, ചിലർ മരണം വരെ പീഡിപ്പിക്കപ്പെട്ടു. ചിലർ മരിക്കുന്നത് വരെ സഹനം തന്നെ, കണ്ണുനീര് തന്നെ, തോരാ കണ്ണുനീര് എന്നൊക്കെ പറയില്ല അച്ഛാ. ജീവിതത്തിൽ ഇന്നോളം കണ്ണുനീര് തന്നെ. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ 10-30 വർഷമായിട്ട് തോരാ കണ്ണുനീരുമായിട്ടാണ് ജീവിക്കുന്നത്. കുടുംബത്തിലായിരുന്ന സമയത്ത് അപ്പൻ മദ്യപാനിയായിരുന്നു. ഒത്തിരി കണ്ണുനീരും വേദനയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അപ്പന്റെ മദ്യപാനം കാരണം. അന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ മദ്യപിക്കാത്ത ഒരു ജീവിത പങ്കാളിയെ തരണേന്ന്. നമ്മൾ പറയല്ലേ, ആദ്യ രാത്രി തന്നെ, വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ മദ്യപിച്ചിട്ടാണ് തന്റെ ജീവിത പങ്കാളി ഈ മുറിയിലേക്ക് കയറി വന്നത്. ഈശോന്റെ അച്ഛാ, എന്റെ സകല സ്വപ്നങ്ങളും ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്നടിഞ്ഞു പോകുന്നത് പോലെ തോന്നി. പിന്നീട് അങ്ങോട്ട് സമാനമായ അനുഭവം, തന്റെ ഭവനത്തിലായിരുന്ന അതേ അനുഭവത്തിലൂടെ വീണ്ടും കടന്നു പോവാ. അപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പ്രത്യാശ ഉണ്ടായിരുന്നു. എന്താണ് പ്രത്യാശ? മക്കള്, രണ്ടാൺമക്കള് ഈ ദാമ്പത്യത്തിലുണ്ടായി. മക്കള് വളർന്ന് വലുതായി കഴിയുമ്പോ എല്ലാ പ്രശ്നവും മാറും. അപ്പന്റെ മദ്യപാനം കണ്ട് വളരുന്ന മക്കള് നല്ല വഴിക്ക് പോകുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് വളർന്നു. ഇളയവൻ 16 വയസ്സ് കഴിഞ്ഞപ്പോ കഞ്ചാവ് കേസിന് പോലീസ് പിടിച്ചു. രണ്ടാൺമക്കളാ, മൂത്തവൻ മുഴുക്കുടിയ. ഈ അമ്മ ചോദിച്ചു, അച്ഛാ ഇനി എന്നാ, ഇനി ആരിലാ എനിക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്? അച്ഛൻ പറ, ഞാൻ ഇനി എന്നാ ഒരു സന്തോഷം കണ്ടെത്തുന്നത്? എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും കഴിഞ്ഞ 10-30 വർഷമായിട്ട് കണ്ണുനീര് തോർന്നിട്ടില്ല അച്ഛാ. ഒരു രാത്രി പോലെ സന്തോഷത്തോടെ ഞാൻ കടന്നുറങ്ങിയിട്ടില്ല അച്ഛാ. എബ്രായ 10:11-35 വചനം പറയാണ്, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, സഹിക്കേണ്ടി വന്നു. മെച്ചപ്പെട്ട പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അവസാനം വരെ സഹിക്കാൻ അവർക്ക് ശക്തി നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ഒരു ശക്തി നമുക്ക് തരുന്നത് ഈ പുനരുത്ഥാനത്തിലുള്ള, അവൻ മരിച്ചു ഉത്ഥാനം ചെയ്തു, നാം അവനോടൊപ്പം ജീവിക്കുന്നവൻ, അവനോടൊപ്പം മരിക്കുന്നവൻ, അവനോടൊപ്പം ഉദ്ധാനം ചെയ്യുമെന്നുള്ള ഈ വിശ്വാസം നമ്മുടെ ചങ്കി കിടക്കുന്നത് കൊണ്ടാണ് ചില സഹനങ്ങളിൽ നമ്മൾ പിടിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില വേദനകളിലും ചില ഉത്തരം കിട്ടാത്ത ജീവിതത്തിന്റെ തകർച്ചകളുടെ നടുവിലൊക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ പറഞ്ഞ ഒരു വചനം കൂടി വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം, നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തില് 4-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വചനങ്ങളിൽ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ബലിയായി സമർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. അതായത് എന്റെ മരണം അടുത്തിരിക്കുന്നു. പൗലോസ്ലീഹ എന്റെ മരണം അടുത്തിരിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലേലും നമ്മള് മരിക്കും. അത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലേലും നമ്മള് മരിക്കും. ഒരു നാളെ നമ്മൾ ഈ കലാപരിപാടിയൊക്കെ അവസാനിപ്പിച്ച് പോകും. അപ്പൊ പൗലോസ്ലീഹ പറയാണ്, കുറെ കഷ്ടപ്പെടുക, അധ്വാനിക്കുകയും ഓടുകയും സഹിക്കുകയും ഒക്കെ പൗലോസ്ലീഹ ചെയ്തു. 1 കൊരിന്ത്യർ 11:25 മുതലുള്ള വചനങ്ങൾ, 11-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ കാണാൻ പറ്റും. 2 കൊരിന്ത്യർ 11 പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ മറ്റപ്പസ്വലന്മാരെക്കാളും മെച്ചപ്പെട്ടവനാണ്, കാരണം അവരെക്കാൾ അധികം ഞാൻ കർത്താവിന് വേണ്ടി സഹിച്ചു. പൗലോസ്ലീഹ താൻ മെച്ചപ്പെട്ടവനാണെന്ന് പറഞ്ഞത് എന്തിന്റെ വെളിച്ചത്തിലാണെന്നറിയാമോ? കർത്താവിനെ പ്രതി സഹിച്ചതിന്റെ വെളിച്ചത്തിൽ. എന്നിട്ട് ഈ പൗലോസ്ലീഹ പറയാണ്, ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു, എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഇത് പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് ചങ്കി വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ നന്നായി പൊരുതി, ഞാൻ നന്നായി എന്റെ ഓട്ടം, വിശ്വാസം എനിക്കായി
നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും. ഹല്ലേലൂയ. പൗലോസ്ലീഹയുടെ ആ ഒരു കരുത്തും ബോധ്യമൊന്നും ആലോചിച്ചു. പൗലോസ്ലീഹ എന്ത് ബോധ്യത്തോടെ പറയുന്നത്? ഞാൻ എൻ്റെ ഓട്ടം നന്നായിട്ട് ഓടി, എൻ്റെ വിശ്വാസത്തിൻ്റെ ഓട്ടം നന്നായിട്ട് ഓടി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, ഞാൻ എൻ്റെ വിശുദ്ധ ജീവിതം കാത്തു. എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, അതിനാൽ എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം എനിക്ക് മാത്രമല്ല, വിശ്വാസത്തോടെ അവന്റെ ആഗമനത്തെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് അത് സമ്മാനിക്കും. ഈ 3 കാര്യങ്ങൾ തെസ്സലോനി സഭയ്ക്കുണ്ടായതുകൊണ്ട് പൗലോസ്ലീഹ അവരെ അഭിനന്ദിച്ചു. വിശ്വാസത്തിന്റെ പ്രവൃത്തി, സ്നേഹത്തിന്റെ പ്രയത്നങ്ങൾ, അധ്വാനങ്ങൾ, ദൃഢമായ പ്രത്യാശ. ഹല്ലേലൂയ. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ കാതലായ പുണ്യങ്ങളാണ് വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ഇത് 3 ഈ പറയുന്ന തെസ്സലോനി സഭയ്ക്കുണ്ടായിരുന്നു.